മനോഹരമായിട്ടുള്ള ബീഫ് ബിരിയാണി കഴിച്ചത്, അടിപൊളി ബീഫ് ബിരിയാണി കഴിച്ചു. അതിന്റെ പേരെന്ന് പറഞ്ഞത് ആരം. നല്ല ബിരിയാണിയാണ്. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് നല്ലൊരു ഹോട്ടലിൽ ഇവിടെ അർക്കൂന്ന് പറഞ്ഞ സ്ഥലത്തില്ല. അത് പോകുന്ന ഇടിയുടെ സൈഡാണ്. ഇടിയും കഴിഞ്ഞു വെച്ചാൽ നല്ല ഫുഡ് കിട്ടുന്ന നാട്ടിൽ പോകുന്നത്. ഇപ്പൊ 3 മണി ഏകദേശം അല്പം വെയിലുണ്ട. വെയിലിന്റെ അഗാധം കണ്ട് അഗാധം ഭയങ്കര സൈറ്റിട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. എന്റെ കണ്ണു വരെയൊക്കെ തുറക്കാൻ പറ്റില്ല. കാരണം തെറ്റിയാണ്. അതിമനോഹരമായ നാട്ടിലെ അത് കഴിക്കാൻ നാട്ടിൽ പോയി കാണില്ല. ഈ നട്ട് ചൂടില് ഇത് ഒഴിച്ചിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഈത്തപ്പഴം ഉണങ്ങി കരിഞ്ഞ് പറിച്ചെടുത്തല്ലോ. ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം പഴുത്തിട്ടില്ല, പഴുക്കാറാവണുള്ളൂ. ഏറെ ചടലി 10 മിനിറ്റ് നടന്നപ്പോൾ നല്ല ചടലാണ്. അതിവിശാലമായ ഇനിയിപ്പോ 10 മിനിറ്റ് കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോവാ. നല്ല കാറ്റുണ്ട് ഇവിടെ. നല്ല പ്രകൃതി. ഒമാനിസിന്റെ വീടുകളാണ്. അവസാനം ഫൈൻ വരും. 500 ഫൈൻ. എന്തിനാ ഈ ബിൽഡിംഗ് കാണിച്ചെടുത്തിനാ? ഈ ബിൽഡിങ്ങിന്റെ ഡിസൈൻ കണ്ടേ. അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ അവിടെ എത്താനായി. ലുലുവിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോണ ഹോട്ടൽ. അപ്പോൾ ലുലുവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീപ്പിൻ്റെ ഷോറൂമാണ്. ഫുള്ള് ചെടികളൊക്കെ നട്ട് ഫുള്ള് പച്ചപ്പാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മൾ ലുലുവിൻ്റെ മുമ്പിലെത്തി. ഇവിടെ ഈ ലുലുവിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ കഴിക്കാൻ പോണ ഹോട്ടലുള്ളത്. നമ്മൾ നിൽക്കുന്നത് ഫുഡ് സ്പോട്ടിൻ്റെ മുമ്പിലാണ്. ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ലുലുവിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വേർത്ത് ചത്ത്. എന്താ ചൂട്. ആദ്യം ഒരു തണുത്ത വെള്ളം കുടിക്കണം, കഴിഞ്ഞിട്ട് വേറെ ഒന്നുള്ളൂ. ഇത് തുർക്കിഷിൻ്റെ ഹോട്ടലാണ്, റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒരു കോഫി ഷോപ്പ് കാണുന്നു, അവിടെ ഉണ്ട്. നമ്മൾ ലുലുവിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലുലുവിൻ്റെ പാർക്കിംഗ് ഏരിയക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പെർഫ്യൂമിൻ്റെ അല്ലേ? ഏതാണ്? അമിൻ പെർഫ്യൂം. ഒരു പെർഫ്യൂം എടുക്കണോ? നമ്മളിപ്പോൾ ഈ റെസ്റ്റോറൻറ്റാണ് ഫുഡ് കഴിച്ചത്. 10 മിനിറ്റ് അടുത്ത് നിന്ന് അരമണിക്കൂർ നടന്ന് ഭയങ്കര വെയിലാണ്. തളർന്നു പോയി, ഭയങ്കര ചൂട്. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ചൂട് ഞാൻ നടന്നിട്ടേ. നമ്മൾ സത്യാണ് ഉദ്ദേശിച്ചത്. സമയം നേരത്തെ ഏകദേശം സമയം 4 മണിയാണ്. നമ്മൾ പ്രതീക്ഷിച്ച ഫുഡ് കിട്ടില്ല. ഗ്ലാസ് ബീഫ് ബിരിയാണി അല്ല, ബീഫ് ബിരിയാണി കഴിക്കുന്ന അവസ്ഥയിൽ കഴിച്ചിട്ട് കാണാം.
രാവിലെ SSLC കേരള സമാപർ ചായ. ഞാൻ ബാൻഡറിയിലും പോയിട്ടില്ല. ലുലുവിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളെ തനി നാടൻ രൂപത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള ഫുഡ് നമ്മൾ ബീഫ് ബിരിയാണി കഴിച്ചത് അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ലുലുക്ക് പോവാണ്. ലുലുവിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ഇവിടെ നോക്കാം. നല്ല ചൂടുണ്ടല്ലേ? നല്ല ചൂട്, ഭയങ്കര ചൂട്. ഈ മൊബൈൽ വന്നിട്ട് ഇത്രയും അധികം ചൂടാണെന്ന് ആദ്യമായിട്ടാണ്. നമ്മൾ ലുലുവിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മൾ ലുലുവിൻ്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കണം. ലുലുവിൽ ഓഫറൊക്കെ ഉണ്ടല്ലോ, പർച്ചേസ് ചെയ്താൽ കാറൊക്കെ കിട്ടും. നമുക്ക് ലുലുവിൻ്റെ ഉൾവശത്തേക്കൂടെ കയറിക്കൊണ്ടിരിക്കണം. ഓ, ഉള്ളിൽ കയറിയപ്പോൾ എന്താ തണുപ്പില്ലേ, നല്ല സുഖം. സൗദിയിൽ അതുപോലെയല്ല, ഒരു അകലം പാലിച്ച് നടക്കുമോ, ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. മൊബൈൽ അതിൻ്റെ ആവശ്യമില്ല. ഈ സാധനം ഭയങ്കര മുള്ളല്ലി, നമ്മൾ കാണുന്നത് തന്നെ അത് ഭയങ്കര മുള്ളി, ചെറിയ മുള്ളല്ലി. എന്നാലും എനിക്ക് സംഭവിച്ചതാണ്. ഇപ്പം വേദന കാണുന്നുണ്ട്. മുള്ളണ്ട, മുള്ളി ഇതുവരെ പോയിട്ട് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് പിടിച്ചാൽ ഒരിക്കലും വന്ന് ഡയറക്റ്റ് പിടിക്കാൻ പാടില്ല. ഒരു പിടിച്ച് ഈ തോട്ടം തന്നെ ഉണ്ട്. തൃശ്ശൂർ നാട്ടുകേരി അവരുടെ വീട്ടിൻ്റെ അരിയത്തുള്ള നല്ല തോട്ടം വളർത്തുന്നതാണ്. ഒരു വളരെ ഇന്നലെ നല്ല അടിപൊളി ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ട്. ഷർമാണോ ഷർമ? ലുലുവിൻ്റെ 4ാമത്തെ ഫോണിലാണ് നമുക്ക് വീട്ടില്. ലുലു ഭയങ്കര വ്യൂ ആണ്. ഇത് മനോഹരമായ കാഴ്ച. ഇതിപ്പോൾ നമ്മൾ ഫോണിൽ എടുത്തുകൊണ്ടായിട്ട് ക്ലാരിറ്റി കുറവാണ്. പക്ഷെ ഡയറക്റ്റ് കാണണം. ഡയറക്റ്റ് കാണും മദ്യമാണ് നമ്മൾ കണ്ണിന് കുളിർമയും അത് മനോഹരമായ കാഴ്ചയും. പിന്നെ അപ്പുറം നമ്മൾ ലീവിൻ്റെ അന്നുള്ള 3ാമത്തെ ഫോണിൽ വരുമ്പോൾ 2ാമത്തെ ഫോണിലേക്ക് അതിമനോഹരമായ കാഴ്ച. നമ്മളിപ്പോൾ പ്രതീക്ഷിച്ച് നമ്മൾ ഫസ്റ്റ് ടൈമാണ് അൽപ്പുഴ ലുലുവിൽ വരുന്നത്. മനോഹരമായ കാഴ്ച. 1 സെക്കൻഡ് 3 അടിപൊളിയായിരുന്നു. അതുകൊണ്ട് നമ്മളെ കാഴ്ച വലിഞ്ഞു വരുന്നവർക്ക് നമ്മൾ കുടിക്കാനായിട്ട് പിന്നെ പള്ളിക്കാർ ഉണ്ടാക്കിയിട്ടാണ്. ഞാനിപ്പോൾ കാഴ്ച വലിഞ്ഞു വരുന്നത്. നല്ല തണൽ തന്നെ അല്ലേ, നല്ല മൂച്ചിയോ. പിന്നെ വീഡിയോ ഇന്നത്തെ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ലീവിന് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വൈകുന്നേരം രാത്രി പോകുമ്പോൾ എടുക്കലാ. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളുണ്ടാവും, അത് നമ്മൾ ഫസ്റ്റ് ടൈമായുണ്ട്. എല്ലാവരും ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യും.